ഹലോ, ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഈ ഒരു കോക്കനട്ട് ഷെല്ല് യൂസ് ചെയ്തിട്ടാണ്. പൊതുവേ നമ്മൾ ചിരട്ടകളൊക്കെ കത്തിച്ച് കളയാറല്ലേ പതിവ്. ഇന്ന് നമുക്ക് ഈ ഒരു 2 ചിരട്ട യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യേ. ഞാൻ ഇവിടുത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചിരട്ടയും അതുപോലെ തന്നെ ഇതുപോലെ നല്ല വലിയൊരു മരത്തിൻ്റെയൊക്കെ ഒരു അത്യാവശ്യം നല്ല ചില്ലകളൊക്കെ ഉള്ള ഒരു കൊമ്പും എടുത്തിട്ടുണ്ടേ. ഈ ഒരു കൊമ്പിന് അത്യാവശ്യം ചില്ലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു 2 ചില്ലും കൂടി വെച്ചിട്ടുണ്ട് ഒട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ചിരട്ടയിൽ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കമ്പ് വളരെ വലുതായതുപോലെ തോന്നിയേ. ചിരട്ട ചെറുതും കമ്പ് വലുതായിട്ടും തോന്നി. അപ്പൊ അത് ഞാൻ പിന്നീട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 2 ചിരട്ടയിൽ ഒരു ചിരട്ട ഇതുപോലെ ഒന്ന് കല്ല് വെച്ച് കുത്തി ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഇനി മറ്റേ കോക്കനട്ട് ഷെല്ലിന്റെ പുറം ഭാഗം ഒന്ന് നല്ല സ്മൂത്ത് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് സാൻഡ് ചെയ്തെടുക്കണേ. സാൻഡ് പേപ്പർ ഇവിടെ നോക്കിയ സമയത്ത് അത് ഉണ്ടായിരുന്നില്ലേ, അത് കാണാനേ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അത് നോക്കി ഒരുപാട് ടൈം കളയണ്ടെന്ന് വിചാരിച്ച് ഭയങ്കര റഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ഒരസി കൊടുത്താൽ മതിയെ. അപ്പൊ തന്നെ അത് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇനി ഇതുപോലെ മഴക്കാലത്തൊക്കെ കാണുന്ന നമ്മുടെ ഈ ഒരു പച്ച പായലില്ലേ, ഈ ചുമരുകളിലൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു പായല് നമുക്ക് കുറച്ചധികം വേണേ. ഇനി ഈ ഒരു കൊമ്പ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചിരട്ടയില് അത്യാവശ്യം മണ്ണ് നിറച്ചു കൊടുക്കണേ. ഇത് സിമെന്റ് ആന്ന് വിചാരിക്കണ്ട, ഇത് മണ്ണ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോ ഈ മണ്ണ് കാണാത്ത രീതിയിൽ ചുറ്റും നമ്മൾ ഈ ഒരു പച്ച പായല് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കോക്കനട്ട് ഷെല്ല് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സ് ക്യൂക്ക് ഗം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. പക്ഷെ ഞാനത് എടുത്ത സമയത്ത് അത് നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ഗ്ലൂ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മുടെ ലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ഹീറ്റ് ചെയ്തിട്ട് അങ്ങനെ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ പൊട്ടിച്ചു വെച്ചിട്ടുള്ള ചിരട്ടയുടെ പീസുകളൊക്കെ ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇപ്പൊ തന്നെ അതൊരു ട്രീന്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആ പച്ച പായലില്ലേ, അത് ഈ ഒരു ഷെല്ലിന്റെ മേളിൽ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവേ. നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പച്ച പായലിനെ നമ്മൾ ചുമരുമേന്ന് പറിച്ചെടുത്തതല്ലേ. ഇനി ഈ ചിരട്ടന്റെ മേലെ ഇത് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അപ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. ഇപ്പൊ ഇതിനെ കാണുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. ഇനി ഇത് ഇങ്ങനെ പോകെ ഓരോ ദിവസവും ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് നല്ല രീതിയിൽ ഇതിൽ പിടിച്ചു കിട്ടുവേ. അപ്പോഴാണ് ഇതിന്റെ ആ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഭംഗി നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇനിയിപ്പോ ഈ ഒരു പായല് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിൽ വരുന്ന നൂലുകളോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്തോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ചിരട്ടന്റെ മേലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവേ. ഈ ഒരു പായല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോക്കനട്ട് ഷെല്ല് യൂസ് ചെയ്തിട്ടുള്ള ട്രീ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.